ഹായ്, വെൽക്കം ടു ടക്കർ സ്റ്റിച്ച്. ഇപ്പം ഓസ്ട്രേലിയയിൽ വിൻ്റർ മാറി വരണയാണ്, സ്പ്രിങ്ങിലേക്ക് നമ്മൾ കടക്കണയാണ്. ഇപ്പം ഡേ ടൈമിലൊക്കെ നല്ല വോം വെതറായിരിക്കും, രാത്രിയാകുമ്പോൾ അത്യാവശ്യം തണുപ്പും അങ്ങനെ. അപ്പം സന്ധ്യയായപ്പോൾ, ഈ വീക്കെൻഡിൽ സന്ധ്യയായപ്പോൾ ഓർത്ത് ഓക്കെ നമുക്ക് അന്നൊരു ചെറിയ ഫയർ പ്ലേസൊക്കെ ഇട്ട്, എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാഷ്മെല്ലോ ടോസ്റ്റ് ചെയ്തും പിന്നെ ബാർബിക്യൂ ഒക്കെ കഴിക്കലൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം വിൻ്ററിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യും. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാം വരുമ്പോഴും ഇവിടെ ഇങ്ങനെ കൂടും. അപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ, പിള്ളേരോട് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഇവർ മാഷ്മെല്ലോ കഴിക്കാനും ഒക്കെ റെഡി ആയിട്ട് നിൽക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഹസ്ബൻഡ് പിള്ളേരും കൂടെ ഇവിടെ നമ്മുടെ പറമ്പിലുണ്ടായ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോക്സ് എല്ലാം എടുത്ത് വന്ന് ചെറുതായിട്ട് നമ്മൾ ഫയറൊക്കെ ഇട്ട് അവരുടെ ഇഷ്ടത്തിന് മാഷ്മെല്ലോ ടോസ്റ്റ് ചെയ്ത്. അപ്പം അതിൻ്റെ ഇടയിൽ പിള്ളേർ സ്മോസ് ഉണ്ടാക്കി കഴിച്ചു. ഈ ടോസ്റ്റ് ചെയ്ത മാഷ്മെല്ലോ ഇല്ലേ, 2 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ഫോമിൽ നമ്മൾ വെച്ചിട്ട് കഴിക്കും. അത് ഭയങ്കര ടേസ്റ്റാട്ടോ. അല്ലാതെയും വെറുതെ മാഷ്മെല്ലോ ടോസ്റ്റ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. Because these ones are small, so add 4. Okay. ഈ തീൻ്റെ അടുത്തേക്ക് നിന്നപ്പോൾ ഭയങ്കര നല്ലൊരു വോംനെസ് ആയിരുന്നേ. എത്ര തണുപ്പുണ്ടെങ്കിലും നമ്മൾക്ക് അങ്ങനെ അറിയില്ല, അതുകൊണ്ട് നമുക്ക് ജാക്കറ്റ് അങ്ങനെ ഒന്നും വേണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ വീക്കെൻഡ് ഫയർ നമ്മളതൊരു അൺപ്ലാൻഡായിട്ട് പെട്ടെന്ന് വന്നൊരു പ്ലാൻ ആയതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ മുമ്പ് ഇത്തിരി ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ഇട്ട് കുറച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഇതിങ്ങനെ പതുക്കെ തീയെല്ലാം ഇത് കനലായപ്പോൾ പിന്നെ അടുത്ത സൈഡിലേക്ക് ഇട്ടിട്ട് നമ്മളുടെ ബാർബിക്യൂൻ്റെ ബെഡ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇന്നത്തെ നൈറ്റ് സ്കൈ എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ നൈറ്റ് സ്കൈ ആയിരുന്നേ, നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. ഒത്തിരി സ്റ്റാർസും പിന്നെ ഒരു ചെറിയൊരു ബ്രീസ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കാറ്റ് നല്ല ചെറുതായിട്ട്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റാർസ് ഉണ്ടായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പം സമ്മറൊക്കെ അടുത്ത് ഇരിക്കണ്, അപ്പം അതുകൊണ്ട് ഇനി നല്ല വെതറായിരിക്കും ഇവിടെ. പിന്നെ പീക്ക് സമ്മറിൽ നല്ല ചൂടാട്ടോ. അപ്പോൾ സമ്മർ വന്നാൽ പിന്നെ നമുക്കിങ്ങനെ ഇവിടെ ഫയർ ബാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ക്യാമ്പ് ഫയർ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ പതുക്കെ ഈ ബാർബിക്യൂ എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് എൻ്റെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ്, നമ്മൾ നാട്ടിൽ ഇങ്ങനെ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും അവിടെ സെലിബ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പിത്തിരിയൊക്കെ കത്തിക്കൂലേ, ഇവിടെ അതൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. അങ്ങനെ മേടിക്കാനൊക്കെ കിട്ടണമെങ്കിൽ ന്യൂ ഇയറൊക്കെ ആവണം, അപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഒരു ചെറിയ വടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇത്തിരി തീയിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊരു സ്പാർക്കിളി ഒരു ലൈറ്റായപ്പോൾ അവർ മൂത്താളിങ്ങനെ പല ഷേപ്പെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞ്, ഇതാണ് നമ്മുടെ പോലത്തെ സ്പാർക്ലേഴ്സ് നമ്മൾക്കുണ്ടെന്നും പറഞ്ഞ്. പിന്നെ 3 ആളും മാറി ചെയ്യാൻ തുടങ്ങി, അണ്ടർ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ്റെ ഒരു ഫണ്ണ് പിള്ളേർക്ക്. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞായിരുന്നേ, ഞാൻ നാട്ടിൽ പണ്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ വെടിക്കെട്ട് കാണാൻ പോവും, പിന്നെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ വരുമ്പോൾ കമ്പിത്തിരി വെച്ച് കളിക്കലും, പിന്നെ മത്താപ്പൂവും പിന്നെ ഈ പൂത്തിരിയൊക്കെ വീടിൻ്റെ മുറ്റത്ത് ചെയ്യലൊക്കെ. എൻ്റെ പിള്ളേർക്കൊക്കെ ഇവിടെ ന്യൂ ഇയർ ആവണം കേട്ടോ അങ്ങനെയൊക്കെ, ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണാൻ.
അങ്ങനെ ഞങ്ങളുടെ ബാർബിക്യൂ ചിക്കനൊക്കെ റെഡിയായപ്പോൾ പതുക്കെ അതെല്ലാം കഴിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ പിള്ളേരുടെ ഡാൻസ് എല്ലാം കണ്ട് അങ്ങനെ ഒരു ഫൺ വീക്കെൻഡ് നൈറ്റായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.